ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളങ്ങനെ ഇത്തിരി പണിയെടുത്തുകൊണ്ടുള്ള വീഡിയോ ആവുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കുഴി എടുക്കണം. 1 മീറ്റർ ചുറ്റളവിലും ഒരു 2 അടി ആഴത്തിലും ഒരു കുഴി എടുക്കണം. അപ്പോൾ അതാണ് രാവിലത്തെ പരിപാടി. അപ്പോൾ അങ്ങനെ രാവിലെ പരിപാടിയെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. മൊട്ടം വെയിലായി. നമ്മൾ വിചാരിക്കണ പോലെ അല്ല ഗൈസ് കുഴി എടുക്കുന്നത്. ഉപ്പടാൻ പതപ്പാട് പറഞ്ഞ പരിപാടിയാണ് ഗൈസ്. അങ്ങനെ എൻ്റെ ഊപ്പാടും പതപ്പാടും വന്നുകൊണ്ടിരുന്ന സമയത്ത് മുതലാളി വന്ന് ചോദിക്കുകയാണ് ഗൈസ്, കുഴി വെട്ട് തീർന്നു എന്ന്. ആ മുതലാളിയെ എടുത്ത് ആ കുഴിക്കകത്തിടാൻ എനിക്ക് തോന്നി. പിന്നെ ഞാൻ കുറച്ച് സമീപനം പാലിച്ചു. അതുകൊണ്ട് മുതലാളി രക്ഷപ്പെട്ടു. അങ്ങനെ ഏകദേശം കുഴിയെടുപ്പൊക്കെ തീരാറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുഴിയെടുപ്പൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് വളയിടലാണ് പരിപാടി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലുപൊടിയും 1 കിലോ എല്ലുപൊടിയും 1 കിലോ വേപ്പൻ പിണ്ണാക്കുമാണ് അത് മേൽമണ്ണുമായിട്ട് മിക്സ് ചെയ്ത് ആദ്യം നമ്മൾ കുഴിയിലോട്ട് ഇറക്കും. അതാണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ നടുക്കൊരു കുഴിയെടുക്കും, പിള്ളക്കുഴി എന്ന് പറയും. അപ്പോൾ തെങ്ങ് ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങളിവിടെ നടാൻ വേണ്ടി എടുത്തിരിക്കുന്നത് D*T എന്ന് പറയുന്ന സങ്കരയിനം തെങ്ങാണ്. നല്ല അടിപൊളി തെങ്ങാണ്, നല്ലപോലെ കായ്ഫലമൊക്കെ തരുന്ന അടിപൊളി തെങ്ങാണ്. അപ്പോൾ അത് ഏകദേശം ആ പിള്ളക്കുഴിയിൽ തന്നെ കറക്റ്റായിട്ട് നൂന്നിരിക്കുന്നത് പോലെ വെച്ചിട്ട് അതിൻ്റെ ചുറ്റുമുള്ള മണ്ണ് നമ്മൾ ഇപ്പോൾ ഇറക്കിയ മണ്ണും കൂടെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത ശേഷം ബാക്കിയുള്ള സൈഡിൽ കൂടെ മണ്ണിറക്കി നല്ലപോലെ കരിയിലേക്ക് ഇട്ട് പൊതയൊക്കെ ഇട്ടതിന് ശേഷം നല്ലപോലെ നനയ്ക്കണം. അത് കഴിഞ്ഞ ശേഷം നനച്ചിട്ട് അതിൻ്റെ ചുവടൊക്കെ നല്ലപോലെ ചവിട്ടി ഉറപ്പിക്കണം, കാറ്റത്തൊന്നും മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളുടെ തെങ്ങ് നടൽ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ.